റോഡ് തകർന്നത് മൂലം ആഴ്ചകളായി പട്ടാമ്പി നഗരത്തിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോരാത്തതിന് കുഴികളിൽ വീണുള്ള അപകടങ്ങൾ വേറെയും. ഒരു വർഷം മുൻപ് ഞങ്ങൾ തന്നെ സംപ്രേഷണം ചെയ്തതാണ് ഈ വാർത്ത. അത്ര ദുരിതമായിരുന്നു പാലക്കാട് പൊന്നാനി സംസ്ഥാന പാതയിൽ കുളപ്പുള്ളി മുതൽ പട്ടാമ്പി വരെയുള്ള യാത്ര. വാർത്തകളിൽ വിമർശനങ്ങളായും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായും നിറഞ്ഞിരുന്നു ഈ റോഡിന്റെ ദുർഘടാവസ്ഥ. ഇനി കാര്യത്തിലേക്ക് വരാം. ഇന്ന് കുളപ്പുള്ളി IPT ആൻഡ് GPT മുതൽ പട്ടാമ്പി വരെയുള്ള റോഡ് അത്യാധുനിക നിർമ്മാണത്തിൽ നിർമ്മിച്ചു വരികയാണ്. വിമർശനങ്ങളും ട്രോളുകളും എല്ലാം ഉയരുമ്പോഴും കിഫ്ബി ഉണ്ടല്ലോ, ഒന്ന് കാത്തിരിക്കൂ എന്ന് പറഞ്ഞ MLA മുഹമ്മദ് മുഹസിന്റെ വാക്കുകൾ യാഥാർത്ഥ്യമാകുന്നു. ഇനി ഏറിയാൽ 3 കിലോമീറ്റർ ദൂരം കൂടി പൂർത്തിയായാൽ പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT ആൻഡ് GPT വരെ അത്യാധുനിക റോഡ് റെഡി. പട്ടാമ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് നിള IPT റോഡ്. അത് നവീകരിക്കാൻ സാധാരണ ഒരു റോഡായിട്ട് മാത്രമല്ല, അതിന് വീതി കൂട്ടി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈന് മാറ്റാനും KSEB മാറ്റാനും ഒപ്പം തന്നെ നമ്മുടെ 2 ടൗണുകൾ ഓങ്ങല്ലൂർ ടൗണും അതുപോലെ പട്ടാമ്പി ടൗണും നവീകരിക്കാനും ഒക്കെ അതിൽ ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് മനോഹരമായ റോഡായിട്ട് അതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്രയും ഫണ്ട് തന്നത് കിഫ്ബിയാണ്. കൈത്താങ്ങായത് കിഫ്ബിയാണ്. മധ്യ കേരളത്തെ വടക്കൻ കേരളവുമായും കർണാടകയുമായും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത്. കാലാകാലങ്ങളായി തകർച്ച തുടർക്കഥയായ റോഡിന് കഴിഞ്ഞ 3 വർഷം കൊണ്ട് കിഫ്ബി സഹായം കരുത്തായി. ഇന്ന് ഷൊർണൂർ IPT മുതൽ പട്ടാമ്പി നിള ആശുപത്രി വരെ നടുവൊടിയാതെ യാത്ര ചെയ്യാനാകും. 12 കിലോമീറ്റർ പാതയിൽ 85 കോടി രൂപയുടെ പ്രവൃത്തികളാണ് നടത്തിയത്. പഴയ റോഡ് പൂർണ്ണമായും പൊളിച്ചു നീക്കി വീതി കൂട്ടി ആധുനിക നിലവാരത്തിലാക്കി. വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചു. അഴുക്കുചാലുകൾ നിർമ്മിച്ചതോടെ മഴക്കാലത്ത് റോഡ് തകരുമെന്ന പേടിയും വേണ്ട. റോഡ് മാത്രമല്ല, വള്ളുവനാട്ടിലെ പ്രധാന പട്ടണമായ പട്ടാമ്പിയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പാക്കുന്നത്. മഴ കനത്താലോ പ്രളയം വന്നാലോ മലമ്പുഴ അണക്കെട്ട് തുറന്നാൽ ഭാരതപ്പുഴ നിറയും. പട്ടാമ്പിയിൽ ഈ കാഴ്ച കാണാൻ നല്ലതാണെങ്കിലും ഇന്നാട്ടുകാരുടെ പുറംലോകവുമായുള്ള വഴി അടയ്ക്കുന്നതാണിത്. 2 മഹാപ്രളയങ്ങളെ അതിജീവിച്ചതാണെങ്കിലും ദശാബ്ദങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഈ കോസ്വേയുടെ ബലം ചോദ്യചിഹ്നമാണ്. അതിനും പരിഹാരമായി ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മാണം തുടങ്ങി. 53 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഇതിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. തൂണുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പാലം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഗതാഗത സൗകര്യം മികച്ചതാകും. പട്ടാമ്പി മണ്ഡലത്തിൽ കിഫ്ബി മുഖേന നടപ്പാക്കുന്ന 3 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നടപടികൾ പുരോഗമിക്കുന്നു. ഇതിൽ വാടാനാംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഒരു കാലത്ത് വികസനത്തിൽ പിന്നാക്കമായിരുന്ന പട്ടാമ്പി മണ്ഡലത്തിന് വികസനത്തിന്റെ വഴിയൊരുക്കുകയാണ് കിഫ്ബി. ന്യൂസ് 18 പട്ടാമ്പി.